അപ്പോൾ ദേ രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ദോശയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ദോശകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ഒലത്തിനായിട്ട് ക്യാരറ്റും കായയും ബീൻസും കൂടി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചേക്കണം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒലത്താനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി നന്നാക്കി എടുക്കാം. അത് നന്നാക്കി എടുത്തിട്ട് ഒന്ന് ഇടിച്ചെടുത്ത് അതൊന്ന് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ ഇടിച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അതിനകത്തിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇടിമുളക് ഇട്ട് ഈ മിക്സ് അതിനകത്ത് ഇട്ട് നമുക്ക് ഒലത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ പാവയ്ക്ക പാല് പിഴിഞ്ഞ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് തക്കാളി പാവയ്ക്കും മാങ്ങയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം വഴഞ്ഞു വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് പാവയ്ക്ക ഇട്ട് അതൊന്ന് വഴഞ്ഞു കഴിയുമ്പോൾ മാങ്ങയും തക്കാളിയും ഇട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച പാവയ്ക്ക പാല് പിഴിഞ്ഞ കറി റെഡിയായി. പിന്നെ ദോശയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.